ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, കോഡിംഗ് ഹൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചാണ്. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പഠിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റും അറേയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പഠിക്കുന്നുണ്ട്. എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് ഓവർ അറേ അത് പഠിക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിലെ മെമ്മറി മാനേജ്മെന്റ് നടക്കുന്നത്. പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ പൈത്തൺ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിലുള്ള ഓപ്പറേഷൻസ് ആയ ഇൻസേർഷൻ, ഡിലീഷൻ, പിന്നെ ട്രാവേഴ്സൽ, അതുപോലെ തന്നെ ബിഗ് ഓ കോംപ്ലക്സിറ്റീസ് ഓരോ ഓപ്പറേഷൻസിനും എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ട്രെയിൻ എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് ട്രെയിനിൽ ഓരോ ബോഗീസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഈച്ച് പാർട്ട് ഈസ് കണക്റ്റഡ് ടു ദ നെക്സ്റ്റ്, അതായത് ഓരോ ബോഗിയും അതിന്റെ തൊട്ടടുത്തുള്ള ബോഗിയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് പറയാം, നമ്മൾ പ്രോഗ്രാമിംഗ് ടേംസിൽ പറയുകയാണെങ്കിൽ ഈ ഓരോ ബോഗിനെ നമുക്ക് പറയാവുന്നതാണ് നോഡ് എന്ന് പറയാം. ഓക്കെ, ഈ ഓരോ ബോഗിനെയും നമ്മുടെ ട്രെയിനിലുള്ള ഓരോ ബോഗിനെയും നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്ക് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതിനെ നോഡ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഈ നോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷിന്റെ ടേംസിൽ പറഞ്ഞാൽ നോഡിൽ മെയിൻലി രണ്ട് പാർട്സ് ഉണ്ടാവും. ഒരു ഡേറ്റയും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, ഒരു അഡ്രസ് പാർട്ട്, അതാണ് പോയിന്റർ എന്ന് നമ്മൾ പറയും. അതായത് ഒരു ഡേറ്റ പാർട്ട് ഉണ്ടാവും, ഒരു അഡ്രസ് പാർട്ടും ഉണ്ടാവും. അപ്പം ഈ ഡേറ്റ എന്ന് പറയുന്നതാണ് ആക്ച്വൽ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്തുള്ള വാല്യൂ എന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റർ ആണ്. നോഡുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണക്റ്റിംഗ് അഡ്രസ് ആണ്. മീൻസ് ഏത് ലൊക്കേഷനിലോട്ടാണ് അടുത്ത ഡേറ്റ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. പക്ഷെ ആ വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ്ഫുൾ ആകുന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഈ ഡയഗ്രാംസിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അറേ ഉണ്ട്. അതിലുള്ള എലമെന്റ്സ് A1, A2, A3, A4, A5, A6 അങ്ങനെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ ഈ സെക്കൻഡ് പൊസിഷനിൽ ഒരു എലമെന്റ് ആഡ് ആക്കണം. ആ എലമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, എനിക്ക് ഇവിടെ B എന്നുള്ള വാല്യൂ ആഡ് ആക്കണമെങ്കിൽ നോർമലി അറേയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പൊസിഷൻ എം ടി ആക്കണം അല്ലേ ഫസ്റ്റ്. അതിന് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഈ എലമെന്റ്സിനെയൊക്കെ ഇങ്ങോട്ട് മൂവ് ആക്കുക. അതായത് ഈ എലമെന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെ എല്ലാ എലമെന്റിനെയും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടം വരെയുള്ള എലമെന്റ്സിനെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എം ടി ആക്കുക. എം ടി ആക്കിയിട്ട് ആ ബീനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ആക്കുക. അങ്ങനെയാണ് നോർമലി നമ്മുടെ അരയുടെ കേസിൽ നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസ് എടുക്കാം. അവിടെ നമുക്ക് ഈ സെയിം ഡേറ്റ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. A1, A2, A3 അങ്ങനെയുള്ള കുറച്ച് ഡേറ്റ ഉണ്ട്. അപ്പോൾ എനിക്ക് ബി എന്ന് പറയുന്ന എലമെന്റിനെ സെക്കൻഡ് പൊസിഷനിൽ ഇടണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. എന്താണ്, ഒരു എലമെന്റ് ഇടുക, എന്നിട്ട് ഈ A1ന്റെ നെക്സ്റ്റ് പോയിന്റർ, അതായത് ഇത് പോയിന്റ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറയുന്നത് ബിയിലോട്ട് കൊടുക്കുക. അതുപോലെ ബിന്റെ നെക്സ്റ്റ് പോയിന്റർ ഈ അടുത്ത എലമെന്റിലോട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ വേറെ നമ്മൾ എലമെന്റിനെ ഒന്നും സ്വിച്ച് ഒന്നും ചെയ്യുന്നില്ല, മീൻസ് ഷിഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ്ലി നമുക്ക് നോഡ് ആഡ് ആക്കാം. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അറേസിൽ എലമെന്റ്സിനെ അടുത്തടുത്ത ലൊക്കേഷൻ, അതിന് നമ്മളൊരു ടേം തന്നെ പറയും, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലാണ് അരയിലുള്ള എലമെന്റ്സിനെ സ്റ്റോർ ആക്കുന്നത്. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെയല്ല, ഓരോ നോഡും ഓരോ സ്ഥലത്തായിരിക്കും സ്റ്റോർ ആവുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോയിന്റർ വെച്ചിട്ട്, ഈ പോയിന്ററിൽ ഇതിന്റെ അഡ്രസ് ഉണ്ടാവും. അങ്ങനെയാണ് ആ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഡൈനാമിക് സൈസ് ആണ്. അതായത് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ ഗ്രോ ചെയ്യാനും അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യാനും ഒക്കെ പറ്റും. ആവശ്യാനുസരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അരയ്ക്ക് അങ്ങനെയല്ല, അരയ്ക്ക് ഒരു ഫിക്സ്ഡ് സൈസ് ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ അരയിനും ലിങ്ക്ഡ് ലിസ്റ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. നമുക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞല്ലോ, നമുക്ക് ബി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ട് ഇവിടെ ഒന്ന് എം ടി ആക്കിയിട്ട് വേണം ആ എലമെന്റിനെ ഇൻസേർട്ട് ആക്കാൻ. പക്ഷെ ഇതിന്റെ കേസിൽ, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ പോയിന്റർ ഒന്ന് കണക്ട് ആക്കി കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ തന്നെയാണെങ്കിലും ലിങ്ക്ഡ് ലിസ്റ്റും അത്ര പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻഡിവിജ്വൽ ഒരു വാല്യൂ ആണ് സ്റ്റോർ ആക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നോഡിനും എന്തുണ്ടാവും, ഒരു എക്സ്ട്രാ മെമ്മറി കൂടെ ആവശ്യം വരുന്നുണ്ട് അല്ലേ. അതായത് ഈ പോയിന്ററിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ വേണമെങ്കിൽ അതിനെ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. എൻ്റെ മെമ്മറി സ്റ്റോറേജ് കുറച്ച് കൂടുതൽ വേണ്ടി വരും ഈ പോയിന്ററിന് വേണ്ടിയിട്ട്. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല, ഈച്ച് നോഡ് സെപ്പറേറ്റ് ആയിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ആകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ്, യൂസിങ് പോയിന്റേഴ്സ് വെച്ചിട്ടാണ് ആ എലമെന്റ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡൈനാമിക് ഡേറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ക്ലിയർ?
ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. അതായത് സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, പിന്നീട് ഡബിൾ ലിങ്ക് ലിസ്റ്റ്, പിന്നീട് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, അങ്ങനെ മെയിൻലി 3 ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നൂടെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു സിംഗിളി ലിങ്ക് ലിസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കണേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ നോഡിലും ഞാൻ പറഞ്ഞ ഒരു ഡേറ്റ വാല്യൂ ഉണ്ടാവും, ഒരു നെക്സ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത എലമെന്റിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ നെക്സ്റ്റ് അടുത്ത എലമെന്റ്, ഇതിന്റെ നെക്സ്റ്റ് അടുത്ത എലമെന്റ്. അപ്പോൾ ലാസ്റ്റ് എലമെന്റിന് ഒരു നെക്സ്റ്റ് ഇല്ല, അതായത് അവിടെ വേറെ ഡേറ്റ ഇല്ല. അപ്പോൾ അവിടെ എപ്പോഴും ഈ ലാസ്റ്റ് പോയിന്റർ നള്ളായിരിക്കും, അതായത് ഒന്നും ഇല്ല എന്നുള്ള മീനിങ്ങിൽ നമ്മൾ നള്ളോ നണ്ണോ പറയും. സോ ഇതിനെ നമുക്ക് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാം. ഇനി ഡബിളി ലിങ്ക് ലിസ്റ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 2 പോയിന്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ഡേറ്റ ഉണ്ടാവും, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു നെക്സ്റ്റ് പോയിന്റർ ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പ്രീവിയസ് പോയിന്റർ ഉണ്ടാവും. അങ്ങനെയുള്ള കണക്ഷന് നമുക്ക് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് പോയിന്റർ ഈ അടുത്ത എലമെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, മീൻസ് അതിന്റെ അഡ്രസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ലെഫ്റ്റ് പോയിന്റർ അതിന്റെ ബിഫോർ ആയിട്ടുള്ള എലമെന്റിനെ അഡ്രസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നോഡിന് എന്തായാലും ലെഫ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അതിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് അതായത് പ്രീവിയസ് എന്ന് വേണമെങ്കിൽ പറയാം, നെക്സ്റ്റ് പ്രീവിയസ് എന്ന് പറയാം. അപ്പോൾ പ്രീവിയസ് നള്ളായിരിക്കും. അങ്ങനെയുള്ള കണക്ഷനെയാണ് നമ്മൾ ഡബിളി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിളി ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഡേറ്റന്റെ കൂടെ ഒരൊറ്റ പോയിന്റർ ഉണ്ടാവുള്ളൂ. ഡബിളി ആണെങ്കിൽ 2 പോയിന്റേഴ്സ് ഉണ്ടാവും, ഒരു നെക്സ്റ്റും ഒരു പ്രീവിയസും. ഓക്കെ, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ലൂപ്പ് പോലെയാണ്. ആ പേര് പറയുമ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഫുൾ കണക്റ്റഡ് ആയിട്ടിരിക്കില്ലേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ്, പക്ഷേ നമ്മൾ നോർമൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ പോയിന്റർ എന്ന് പറയുന്നത് നള്ളാണ്, അതായത് വേറെ കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. പക്ഷേ സർക്കുലർലി ലിങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഇതിനെ അങ്ങോട്ട് നമ്മുടെ ഫസ്റ്റ് നോഡുമായിട്ട് കണക്ട് ആയി, ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ലൂപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ പേര് തന്നെ സർക്കുലർലി ലിങ്ക്ഡ് ലിസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി പഠിക്കാം എങ്ങനെ നമ്മൾ പൈത്തൺ വെച്ചിട്ട് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഓരോ ബോഗി, അതായത് ട്രെയിനിന്റെ ഓരോ ബോഗി പോലെ നമ്മുടെ ലിങ്ക് ലിസ്റ്റിലെ ഓരോ ബോക്സിനെ നമുക്ക് പറയുന്ന പേരാണ് നോഡ് അല്ലെ. അപ്പൊ നോഡിൽ എന്തൊക്കെയുണ്ട്, ഒരു ഡേറ്റയും ഉണ്ടാവും, ഒരു അഡ്രസ്സ് അതായത് നെക്സ്റ്റ് പോയിന്റർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു നോഡിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നോഡിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിന്റെ ക്ലാസിന്റെ പേരാണ് നോഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമുക്കുള്ള 2 സംഭവങ്ങളാണ്. എന്തൊക്കെയാണ്, ഒരു ഡേറ്റയും ഉണ്ടാവും, ഒരു നെക്സ്റ്റ് പോയിന്റർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു കൺസ്ട്രക്ടർ കൊടുക്കാം. കൺസ്ട്രക്ടർ കൊടുത്തു. അപ്പൊ ഇവിടെ ഞാൻ സെൽഫ് നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആണ്. എന്നിട്ട് നമ്മളൊരു ഡേറ്റ, അതായത് നമ്മുടെ വാല്യൂ പാസ് ചെയ്യുമല്ലോ, അപ്പൊ അത് ഞങ്ങൾ ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഞാൻ അസൈൻ ചെയ്യാണ്, സെൽഫ് ഡോട്ട് ഡേറ്റ ഈക്വൽ ടു ഡേറ്റ. എന്നിട്ട് നമ്മുടെ അതിന്റെ നെക്സ്റ്റ് ഉണ്ടല്ലോ, ഇപ്പൊ ഇനിഷ്യലി നമുക്ക് അറിയില്ല എവിടെയാണ് അതിന്റെ നെക്സ്റ്റ് കണക്ഷൻ, അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ ജസ്റ്റ് നൺ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ലിങ്ക്ഡ് ലിസ്റ്റ് കളക്ഷൻ ഓഫ് നോഡ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കണം. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലാസ് ആണ് ഈ നോഡ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇൻസേർഷൻ, ഡിലീഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിലാണ്. അപ്പോൾ നോഡ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തത് ആ ജസ്റ്റ് ഇൻഡിവിജ്വൽ നോഡിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് കൊടുക്കാം, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ടർ കൊടുക്കാം. നമുക്ക് കൺസ്ട്രക്ടർ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ എപ്പോഴും ഫസ്റ്റ് തിങ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ഹെഡ് എപ്പോഴും ഉണ്ടാവണം. ഒരു ലിങ്ക് ലിസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ഒരു ഹെഡ് എന്തായാലും മസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇനിഷ്യലി ഹെഡ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അവിടെ നമുക്ക് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഇനിഷ്യലി നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ഇനിഷ്യലി നണ്ണായിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആ ലിങ്ക് ലിസ്റ്റിന്റെ ഹെഡ്. ഓക്കെ, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. നോഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്, അത് ഇൻഡിവിജ്വൽ നോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഡേറ്റയും നെക്സ്റ്റും ഉണ്ട്. പിന്നെ അടുത്തൊരു ക്ലാസ് ഞാൻ എഴുതി, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന, അതാണ് ആ ഫുൾ നോട്ട്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ എല്ലാ ഫംഗ്ഷൻസും, ഐ മീൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായാലും ഡിലീറ്റ് ചെയ്യാനായാലും, അതെല്ലാം ട്രാവേഴ്സ് വെച്ചാൽ ഓരോ എലമെന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ എഴുതുന്നത് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ്. ഓക്കെ,
അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ട്രാവേഴ്സിൽ ചെയ്യാം അല്ലെ. ട്രാവേഴ്സിൽ എന്ന് വെച്ചാൽ പേര് കേട്ട് നിങ്ങൾ വറി ആവണ്ട. നമ്മൾ ആ ലിങ്ക് ലിസ്റ്റിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ എനിക്ക് അതിനെ ട്രാവേഴ്സ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതാണ്. പേര് നമുക്ക് കൊടുക്കാം ട്രാവേഴ്സ് എന്ന് കൊടുക്കാം അല്ലെ. ട്രാവേഴ്സ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ലിങ്ക് ലിസ്റ്റ് ട്രാവേഴ്സ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഐ മീൻ നമുക്ക് ആ എലമെന്റ്സിനെയൊക്കെ ആ ലിങ്ക് ലിസ്റ്റിനകത്തുള്ള എലമെന്റ്സിനെയൊക്കെ ചെയ്യാനുള്ള കാണാനുള്ള ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു എലമെന്റ് 10 ഉണ്ട്, അടുത്ത എലമെന്റ് 20 ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ എഴുതാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഇവിടെ വന്നിട്ട് കഴിഞ്ഞു, അതായത് ഒന്നുമില്ല, ഇങ്ങനെ വന്നു. ഇതാണ് നമ്മുടെ സാമ്പിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് 10 തുടങ്ങി ഈ നൺ ആവുന്നവരെ ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. 10 പ്രിന്റ് ചെയ്യുക, 20 പ്രിന്റ് ചെയ്യുക, അങ്ങനെ പ്രിന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹെഡിനെ ഞാനൊരു വേരിയബിളിലോട്ട് കൊണ്ടങ്ങ് സ്റ്റോർ ആക്കി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഡോട്ട് ഹെഡ്. അപ്പോൾ ഏതാണോ നമ്മുടെ ഹെഡിന്റെ വാല്യൂ അത് ഇവിടെ വന്നിട്ടുണ്ടാവും. അതായത് നമ്മുടെ കറണ്ട് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഹെഡ് മുതലാണല്ലോ ട്രാവേഴ്സ് ചെയ്യേണ്ടത്, അതിനാണ് ഇവിടെ ഹെഡിനായിട്ട് ഇനിഷ്യലൈസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ടിൽ നൺ ആവുന്നവരെ നമ്മുടെ ലൂപ്പ് ഇങ്ങനെ പോയി പ്രിന്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് നമുക്ക് ഏത് ലൂപ്പ് യൂസ് ചെയ്യാം? വൈൽ കറണ്ട് എന്ന് വെച്ചാൽ വൈൽ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് നൺ ആവുന്നവരെ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം, ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് പോവുക അല്ലെ. അപ്പൊ ഞാനിവിടെ കൊടുക്കുകയാണ് പ്രിന്റ് കൊടുക്കാം അല്ലെ. പ്രിന്റ് നമുക്കിവിടെ കൊടുക്കേണ്ട എന്താണ്? കറണ്ട് ആണ് നമ്മുടെ വേരിയബിൾ അല്ലെ. കറണ്ടിലുള്ള എന്താണ്? ഡേറ്റ. കറണ്ടിലുള്ള ഡേറ്റ മീൻസ് ഇവിടെ നമ്മൾ എടുക്കുന്ന ഇതാണ് നമ്മുടെ നോഡ്, ഈ വാല്യൂ ആണ് വരുന്നത്. കറണ്ടിന്റെ ഡേറ്റ എന്ന് പറയുമ്പോൾ കറണ്ടിലുള്ള വാല്യൂ എന്താണോ അതിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്താണ്? ഇനി എനിക്ക് അടുത്ത എലമെന്റ് എടുക്കണം അല്ലെ. ഇപ്പൊ സ്റ്റിൽ കറണ്ടിലാണ് നിൽക്കണം, എനിക്ക് ഇനി അടുത്തലോട്ട് പോകണ്ടേ. അപ്പൊ എങ്ങനെ കൊടുക്കാം? അടുത്ത നെക്സ്റ്റ് ആണ് അല്ലെ. കറണ്ട് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ പോരെ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് കറണ്ട് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെക്സ്റ്റ്. അപ്പോൾ ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 20ന്റെ പോയിന്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ കറണ്ട് നണ്ണാവുന്നവരെ ഓരോ എലമെന്റ്സ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫോർമാറ്റ് ഒക്കെ ചെയ്യാം. അതായത് നമ്മുടെ ഇതുപോലെ വരാനായിട്ട് എൻഡ് ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം. ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമുക്കിത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല, എലമെന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഞാൻ കൊടുക്കുകയാണ് നമ്മൾ ആ ഇൻപുട്ട് കൊടുത്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാനുള്ള ഒരു കോഡാണ്. നമ്മൾ ഇനിഷ്യലി കറണ്ടിനെ ഹെഡിലുള്ള വാല്യൂവിനെ കറണ്ടിലോട്ട് അസൈൻ ചെയ്തു. എന്നിട്ട് കറണ്ട് നൺ ആവുന്നവരെ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം. എന്താണ്? എൻ്റെ ഓരോ എലമെന്റ്സ് ഫസ്റ്റ് 10 വന്നു, അടുത്ത് കറണ്ട് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ആകുമ്പോൾ 20 ആയി, അങ്ങനെ ടിൽ നൺ ആവുന്നവരെ വന്നു. അപ്പോൾ ലാസ്റ്റത്തെ നണ്ണും കൂടെ ചുമ്മാ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത് പഠിക്കാനുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻസേർട്ട്. അതായത് നമുക്ക് ലിങ്ക് ലിസ്റ്റിലോട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടിൽ തന്നെ പല കേസസ് നമുക്ക് പറയാം. അതായത് നമുക്കൊരു നോഡിനെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാം, അതല്ല ഇൻ ബിറ്റ്വീൻ ഇൻസേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ആ ഡിഫറെന്റ് കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് പല രീതിയിലായിരിക്കും നമ്മുടെ കോഡ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു നോഡിനെ ആഡ് ആക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, നോഡ് അറ്റ് ദ ബിഗിനിങ്. അതല്ല മിഡിലിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അതല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ആയിട്ടാണ് എനിക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ അതിന് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് കോഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. അത് ഞാൻ ഒന്നും കൂടെ ഇവിടെ കോപ്പി ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. എനിക്ക് ഇവിടെ ഒരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം. എനിക്ക് 0നെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെ ഞാനത് ചെയ്യും? ഇപ്പൊ എനിക്ക് 0നെ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ വാല്യൂ എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 0നെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് നമുക്ക് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇപ്പോഴത്തെ ഹെഡ് ഇതാണ് അല്ലേ. നമ്മൾ 0 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഹെഡ് ഇപ്പൊ കൊടുക്കുന്ന പുതിയ നോഡായിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ നെക്സ്റ്റിലോട്ടായിരിക്കണം ഈ പഴയ ഹെഡ്. ഇതാണ് നമ്മുടെ പഴയ ഹെഡ് അല്ലേ. പഴയ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഇപ്പം നമ്മൾ ഇടുന്ന നോഡ്, അതായത് ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡിലോട്ട് പോയിന്റ് ചെയ്യുക, എന്നിട്ട് ഇതിനെ അങ്ങ് ഹെഡ് ആക്കുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമുക്ക് നോഡിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ നോഡിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കൊടുക്കണം, ഒരു ഡേറ്റയും കൂടെ കൊടുക്കണമല്ലോ. ഡേറ്റ കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ നോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനൊരു വേരിയബിൾ കൊടുത്തു, ന്യൂ നോഡ് ഈക്വൽ ടു നോഡ്. ഓക്കെ, അപ്പം നമ്മുടെ മറ്റേ ക്ലാസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ക്ലാസ്സിൽ പോയിട്ട് നോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഈ ക്ലാസ് ഇവിടെ പോയിട്ട് നോഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത വാല്യൂ എന്താണോ അതായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 0 ആണെങ്കിൽ ആ 0 ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ന്യൂ നോഡ് 0 ആണ് ആ വാല്യൂ അല്ലേ. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് ഹെഡിലോട്ട് കൊണ്ടുപോയിക്കണം അല്ലെ. ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കറണ്ട് ആയിട്ടുള്ള ഹെഡ് 10 അല്ലേ, അതിലോട്ട് കൊണ്ടുപോയിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കുക, അതിനെ ന്യൂ നോഡ് ഡോട്ട് നെക്സ്റ്റ് അല്ലേ. അതായത് ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഇപ്പോഴത്തെ എന്താണ് ഹെഡ്, ഇപ്പോഴത്തെ ഹെഡിലോട്ട് വയ്ക്കുക. അപ്പോൾ എന്താണ് 0യുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 10 ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം, എന്താണ്, ഇപ്പൊ നമ്മുടെ ഹെഡ് മാറി, ഹെഡ് ഇതാണോ, അല്ല, നമ്മുടെ ഹെഡ് ഇപ്പം കറണ്ട് നോഡാണ് അല്ലെ. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് അസൈൻ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ്, സെൽഫ് ഡോട്ട് ഹെഡ് ഈക്വൽ ടു എന്താ, നമ്മുടെ ന്യൂ നോഡ്. ഈസി അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻസേർട്ട് ബിഗിനിങ്ങിലാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മുടെ നോഡിന്റെ നെക്സ്റ്റ്, അതായത് 0ന്റെ നെക്സ്റ്റിനെ എന്താക്കി, ഈ സെൽഫ് ഡോട്ട് ഹെഡിലോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പോഴത്തെ ഹെഡ് നമ്മുടെ ന്യൂ നോഡ് അല്ലേ, അതുകൂടെ അസൈൻ ചെയ്ത് കൊടുത്തു. അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ നോക്കാം, എന്താ നോക്കേണ്ട, ഇൻസെർട്ട് അറ്റ് എൻഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻസെർട്ട് അറ്റ് എൻഡ് ആണെങ്കിൽ സെൽഫ് കോമ ഡേറ്റ, ഇത് നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ ഒന്ന് എഴുതിയിട്ട് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഇത്ര എലമെന്റ്സ് ഉണ്ട്, എനിക്ക് ഇപ്പോൾ വേണ്ട എലമെന്റ് 0 ആണ് എനിക്ക് എൻഡിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും ഒരു കാര്യമുള്ളത് ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇൻഡെക്സ് നമ്മൾ അരേ പോലെയൊന്നും അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പോൾ അരയുടെ കേസിൽ പൈത്തോണിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അരേ ഓഫ് -1 എന്നെടുത്ത് നമ്മുടെ ലാസ്റ്റ് എലമെന്റ് കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ കമ്പയർ ടു അരേ നോക്കുമ്പോഴത്തേക്കിന് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ കണ്ടുപിടിക്കണം, ഇങ്ങനെ ട്രാവേഴ്സ് പോകണം, അല്ലാതെ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് എലമെന്റ് വരെ ഐട്രേറ്റ് ചെയ്ത് വരണം അല്ലേ. അതായത് എവിടെ നണ്ണുള്ളത് അവിടെ വരെ വരിക. എന്നിട്ട് എന്ത് ചെയ്യണം, നണ്ണിന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ ഉണ്ടല്ലോ അതിന്റെ നെക്സ്റ്റ് ഇപ്പോഴത്തെ നോഡ് ആക്കി കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ എലമെന്റിനെ ലാസ്റ്റിലാണ് ആഡ് ആക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് വരിക. ഓക്കെ, അതായത് നണ്ണിന് ബിഫോർ വരെ വരിക. 40 അല്ലേ, 40ന്റെ നെക്സ്റ്റ് നണ്ണിന് തൊട്ട് മുന്നേ ഉള്ള ഡേറ്റന്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന കറണ്ട് നോഡ് ആക്കി കൊടുക്കുക. അപ്പൊ ഇവിടെയും ഞാൻ ആദ്യം നമ്മുടെ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ന്യൂ നോഡ് ഈക്വൽ ടു നോഡ് ഓഫ് നമ്മുടെ എന്താണ്, നമ്മുടെ ഡേറ്റ അല്ലെ. ഡേറ്റ കൊടുത്തു. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഇപ്പൊ നമ്മൾ ഇൻസെർട്ട് അറ്റ് എൻഡ് പറഞ്ഞു, പക്ഷെ അവിടെ വേറെ ഒന്നും ഇല്ല, വേറെ എലമെന്റ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് ഹെഡ് ഒന്നും ഇല്ല, ആ ഹെഡ് നണ്ണാണെങ്കിൽ അതിന്റെ അർത്ഥം എലമെന്റ് ഒന്നും ഇല്ല, എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ലാസ്റ്റ് എലമെന്റ് ഇപ്പൊ നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എംപ്റ്റി ആണെങ്കിൽ അതിനെ ജസ്റ്റ് ഒരു എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് ആയിട്ട് തന്നെ ഇൻസെർട്ട് ചെയ്ത് പോകാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, എംപ്റ്റി ആണോ നമ്മൾ നോക്കാം. ഇഫ് നമുക്ക് നോട്ട് സെൽഫ് ഡോട്ട് ഹെഡ്, അതായത് സെൽഫ് ഡോട്ട് ഹെഡ് ഇല്ല എങ്കിൽ, ആണെങ്കിൽ എന്താണ്, അതാണ് നമ്മുടെ, അതായത് അത് മീൻ ചെയ്യുന്നത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂ നോഡ് തന്നെയാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് സിംപ്ലി ഇവിടെ കൊടുക്കാം, സെൽഫ് ഡോട്ട് ഹെഡ് ഈസ് ഈക്വൽ ടു എന്താണ്, അത് നമ്മുടെ ന്യൂ നോഡാണ്. ക്ലിയർ അല്ലേ. അതായത് എലമെന്റ് ഒന്നും ഇല്ല എങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ലാസ്റ്റും ഒക്കെ. അപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. എന്നിട്ട് നമുക്ക് അതിനെ സിംപ്ലി അങ്ങ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് റിട്ടേൺ ചെയ്യും. അതല്ലാത്ത കേസ്, അതായത് വേറെ കുറെ എലമെന്റ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ടെക്നിക്ക് എന്താണ്, നമുക്ക് ഒന്ന് ട്രാവേഴ്സ് ചെയ്ത് പോകണം, അതിന്റെ ലാസ്റ്റ് വരെ പോകണം അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു എക്സ്ട്രാ ഒരു വേരിയബിൾ എടുത്തിട്ട് നമ്മുടെ ഹെഡിനെ പോയിന്റ് ചെയ്യും. ഓക്കെ, അതിന് എക്സ്ട്രാ വേരിയബിൾ എടുക്കും, നമ്മൾ ഹെഡിനെ തന്നെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെഡൊക്കെ മാറി പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു വേരിയബിൾ എടുത്ത് അതിനെ കറണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ പേര് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അത് നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ ലോജിക്കിന് ഏറ്റവും ബെസ്റ്റ് കറണ്ട് തന്നെയാണ് അല്ലേ. അതായത് കറണ്ട് പൊസിഷൻ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ സെൽഫ് ഡോട്ട് ഹെഡ് എടുത്ത് വെച്ചു. ഇനി നമ്മൾ ഐട്രേറ്റ് ചെയ്ത് നമുക്ക് എവിടെ എത്തണം? നമ്മുടെ ലാസ്റ്റ് എലമെന്റ് വരെ എത്തണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ് വൈൽ നമുക്കിവിടെ കൊടുക്കാം കറണ്ട് ഡോട്ട് നെക്സ്റ്റ് നണ്ണാവുന്നവരെ. അപ്പോൾ ഇങ്ങനെ വൈൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 40 വരെ വരും. കറണ്ട് ഇതാണ് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് നൺ. അപ്പം ഈ 40 വരെ ആകുന്നവരെ ഈ ലൂപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് നമുക്ക് അടുത്ത എലമെന്റിലോട്ട് പോവാം. അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. കറണ്ട് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെക്സ്റ്റ് അല്ലേ? അതായത് ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് ലാസ്റ്റ് എലമെന്റ് വരെ എത്തിക്കുക. അതായുള്ളൂ നമ്മുടെ പ്ലാൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ ആയിരിക്കും. ഈ എക്സാമ്പിളിന്റെ കേസിലാണെങ്കിൽ 40-ലായിരിക്കും നിൽക്കണം. അപ്പോൾ നമ്മൾ ആ 40-യുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താക്കി കൊടുക്കുക? ന്യൂ നോഡ് ആക്കി കൊടുക്കുക അല്ലേ? അപ്പോൾ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ലോജിക്ക്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ നോക്കി. ആണെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെന്റ്. ജസ്റ്റ് അങ്ങനെ കൊടുത്തു. അതല്ലെങ്കിൽ നമ്മൾ ഐട്രേറ്റ് ദ ലാസ്റ്റ് എലമെന്റ് അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ നോഡായിട്ട് കൊടുത്തു. ഇത്രയുള്ള പരിപാടി. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇൻസേർട്ടഡ് ഫസ്റ്റും ഇൻസേർട്ടഡ് എൻഡും പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിലീഷൻ ആണ്. അതായത് നമ്മൾ എങ്ങനെ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഞാനിവിടെ എഴുതാൻ പോകുന്നത് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്ന ഫംഗ്ഷനും കൂടെ എഴുതാണ്. അതായത് ഞാനിപ്പോൾ ചെയ്യണ ഡിലീറ്റ് നമുക്ക് കുറെ ഇതിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ തന്നെ ഒരുപാട് ഇപ്പൊ ഞാൻ തന്നെ ഇൻസേർട്ടിലെ സ്റ്റാർട്ടും എൻഡും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ മിഡിൽ കൊടുക്കാം. ഇനിയും കുറെ ഓപ്ഷൻസ് കൊടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ ഡിലീറ്റ് ബൈ വാല്യൂ ഞാൻ നോക്കുകയാണ്. അതായത് എനിക്കൊരു വാല്യൂ ഞാൻ കൊടുത്തിട്ട് ആ എലമെന്റിനെ ഡിലീറ്റ് ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡേറ്റ കൂടെ കൊടുക്കണമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ വാല്യൂ തന്നെ കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാനില്ല അല്ലേ? അപ്പോൾ നമുക്ക് സിംപ്ലി ആദ്യം അത് ചെക്ക് ചെയ്യാം. ഇഫ് എന്താണ് എന്ത് കൊടുക്കാം? നമുക്ക് ഇഫ് നോട്ട് കൊടുക്കാം അല്ലേ? നോട്ട് സെൽഫ് ഡോട്ട് ഹെഡ് എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിംപ്ലി അങ്ങ് റിട്ടേൺ ചെയ്യാം അല്ലേ? റിട്ടേൺ ചെയ്തു. അതല്ല ഉണ്ട്, ഏതൊക്കെയോ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഈ എലമെന്റ് ആ ലിങ്ക് ലിസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യണ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിങ്ക് ലിസ്റ്റില് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന എലമെന്റ് ഫസ്റ്റ് എലമെന്റ് തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എളുപ്പമാണ്, കൂടുതൽ പണിയൊന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് അതിന്റെ അടുത്ത എലമെന്റിനെ ഹെഡ് ആക്കി കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. അതല്ലാതെ വേറെ കേസസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് നോക്കി ആ വാല്യൂ ആവുന്നവരെ നോക്കി പിന്നെ അതിന്റെ പോയിന്റേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കേസ് ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ജസ്റ്റ് സിംപ്ലി റിട്ടേൺ ചെയ്യാം. ഇനി അപ്പൊ ഇവിടെ നമ്മൾ നോക്കും നമ്മുടെ സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് ഡേറ്റ, അതായത് നമ്മുടെ കറണ്ട് ഹെഡിന്റെ ഡേറ്റ എന്ന് പറയുന്ന ഈ പറഞ്ഞേക്കുന്ന വാല്യൂ ആണോ? ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആണെങ്കിൽ നമുക്ക് അറിയാം അതിനെ റിമൂവ് ആക്കാം. മീൻസ് ആ എലമെന്റിന്റെ നെക്സ്റ്റുള്ള എലമെന്റ് ആണ് ഇപ്പോഴത്തെ കറണ്ട് ഹെഡ് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കുക സെൽഫ് ഡോട്ട് ഹെഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ ഈ എക്സാമ്പിൾ ഒന്നുകൂടെ കോപ്പി ചെയ്തിട്ട് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ എലമെന്റ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ എലമെന്റ്സ്. എനിക്കിപ്പോൾ ഈ 10-നെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു ഈ 10ഉം ഇവിടെ പാസ് ചെയ്ത വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്തു. ഈക്വൽ ആണ്. ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതാണ് സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് ഡേറ്റ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ കറണ്ട് സെൽഫ് ഡോട്ട് ഹെഡ് ഇതല്ലേ? അപ്പൊ പക്ഷെ നമുക്ക് അടുത്ത് വേണ്ടത് ഇതിനെ റിമൂവ് ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഇനി അങ്ങോട്ടുള്ള സെൽഫ് ഡോട്ട് ഡേറ്റ ഹെഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സെൽഫ് ഡോട്ട് ഹെഡ് ഈസ് ഈക്വൽ ടു ഇതാണ് സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 20. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കറണ്ട് സെൽഫ് ഡോട്ട് ഹെഡ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയല്ല, ഫസ്റ്റിലൊന്നുമല്ല, വേറെ എവിടെയാണോ എലമെന്റ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയാണ് വരുന്നത്. സോ ഇവിടെ ആദ്യം നമ്മൾ നമ്മുടെ ടോപ്പിനെ എടുത്ത് കറണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് വെക്കുകയാണ്. ഓക്കെ, മീൻസ് ഹെഡിനെയാണ്, ടോപ്പ് അല്ല സോറി, ഹെഡ് സെൽഫ് ഡോട്ട് ഹെഡ് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കറണ്ട് നമ്മുടെ ഈ ലിങ്ക് ലിസ്റ്റിൽ എവിടെയാണ് നമ്മുടെ ഈ വാല്യൂ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. അതല്ലേ? ചിലപ്പോൾ ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഈ വാല്യൂ നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അതിലെവിടെയോ ഏതോ ഒരു നോഡിൽ ആ വാല്യൂ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അത് നോക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് എഴുതാം. ലൈക്ക് വൈൽ
നമുക്ക് നോക്കണം ഇത് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഉള്ള ഇടത്തോളം നമുക്ക് നോക്കണം. അതായത് ചില സമയത്ത് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ലാസ്റ്റ് എലമെന്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 40 കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് വരെ നോക്കണം. ഓക്കെ, കറണ്ട് ഡോട്ട് നെക്സ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. എന്താണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ 30 ആണ് എനിക്ക് റിമൂവ് ആക്കേണ്ട വാല്യൂ എന്ന് വിചാരിക്കാം. ഓക്കെ, 30 ആണ് റിമൂവ് ആക്കേണ്ടതെങ്കിൽ 30ക്ക് മുന്നേ ഉള്ള എലമെന്റ് ഏതാണോ അതിന്റെ നെക്സ്റ്റ് ഈ 30യുടെ നെക്സ്റ്റിലോട്ട് പോയിന്റ്, അതായത് ഈ 20യും 40യും തമ്മിലാണ് ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കേണ്ടത് അല്ലെ. ഇപ്പൊ എനിക്ക് 30 ആണ് റിമൂവ് ആക്കേണ്ടതെങ്കിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ഞാൻ ഇങ്ങനെ എഴുതാം, ലൈക്ക് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് ഡേറ്റ ഇങ്ങനെ കൊടുക്കാം, നോട്ട് ഈക്വൽ ടു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്നുള്ളത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് അതുവരെ എനിക്ക് കറണ്ടിനെ നെക്സ്റ്റിലോട്ട് പോയിന്റ് വെച്ചുകൊണ്ടേ ഇരിക്കണം. കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് വൈൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് നൺ ആവുന്നവരെ ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് ഡേറ്റ നോട്ട് ഈക്വൽ ടു വാല്യൂ, ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ കറണ്ട് ഈക്വൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ്. അതായത് നമുക്കിവിടെ എക്സാമ്പിൾ പറഞ്ഞില്ല 30 ആണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കുക, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നമ്പർ. ഫസ്റ്റ് നമ്മൾ 10ലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നു കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഉണ്ടോ, 10ന്റെ നെക്സ്റ്റ് ഉണ്ട്, 20 ഉണ്ട്. അതുപോലെ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് ഡേറ്റ, അതായത് 10ന്റെ നെക്സ്റ്റ് 20 ആ വാല്യൂവും ഇവിടെ കൊടുത്തേക്കണ വാല്യൂ ഞാൻ ഇപ്പോൾ 30 ആണ് എനിക്ക് ഡിലീറ്റ് ആക്കണമെന്ന് വെച്ചാൽ അത് മാച്ച് ആവണോ നോക്കും. 20 30 മാച്ച് അല്ല, അല്ലെങ്കിൽ നമ്മൾ അടുത്ത കറണ്ടിനെ അടുത്ത എലമെന്റ് ആക്കി. അപ്പോൾ കറണ്ട് ഇപ്പൊ 20 ആയി. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അതിന്റെ ലോജിക്. നമ്മുടെ ഈ ലൂപ്പ് എക്സിറ്റ് ആവുന്ന കേസസ് രണ്ടെണ്ണമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് കഴിഞ്ഞു, അതായത് നണ്ണായി, അതല്ല എങ്കിൽ നമ്മുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. അങ്ങനെ രണ്ട് കേസസിലായിരിക്കും ഈ ലൂപ്പ് എക്സിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഈ കേസിൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് ഡേറ്റ എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ നമുക്ക് ആ എലമെന്റിനെ ആ ഇൻ ബിറ്റ്വീനുള്ള എലമെന്റിനെ മാറ്റണമെങ്കിൽ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ കറണ്ടിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കറണ്ടിന്റെ നെക്സ്റ്റിന്റെ നെക്സ്റ്റ് ആക്കി കൊടുത്താൽ പോരെ. അതായത് ഞാൻ ഈ പറഞ്ഞു നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഞാൻ 20 ഉണ്ടല്ലോ, 20 കൊടുത്ത് ഇപ്പൊ എനിക്ക് 30 ആണ് ഡിലീറ്റ് ആക്കേണ്ടത് വിചാരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് അല്ലെ. കറണ്ട് ഇതാണ്, കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്സ്റ്റിലോട്ട് പോയിന്റ് ചെയ്യുക. അതായത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം നമുക്ക്, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഉണ്ടോ. ഞാൻ പറഞ്ഞ രണ്ട് കേസിൽ നമുക്ക് എക്സിറ്റ് ആവാം. അതായത് ഇതാണെങ്കിൽ കഴിഞ്ഞു, മീൻസ് അവിടെ എലമെന്റ് ഒന്നും ഇല്ല എന്നുള്ള. അപ്പോൾ കറണ്ട് നെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആ നമ്പറിനെ കണ്ടുപിടിച്ചു, നമ്മുടെ വാല്യൂ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാം, ലൈക്ക് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം, കറണ്ടിന്റെ നെക്സ്റ്റിന്റെ നെക്സ്റ്റ് അല്ലെ. അപ്പോഴത്തേക്ക് ആ എലമെന്റ് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ എലമെന്റ് സ്കിപ്പായിട്ട് അതിന്റെ നെക്സ്റ്റ് എലമെന്റുമായിട്ടായിരിക്കും ഒരു കണക്ഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എലമെന്റിനെ ഡിലീറ്റ് ആക്കുന്നത്. അടുത്തൊരു ഫംഗ്ഷനും കൂടെ നമുക്ക് എഴുതാം. അതായത് നമ്മുടെ ഒരു എലമെന്റ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ സെൽഫ് കൊടുത്തു, ഇവിടെ ഞാനൊരു വാല്യൂ കൊടുക്കാം, ഉണ്ടോ എന്ന് നോക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൽഫ് ഡോട്ട് ഹെഡിനെ ഒരു വേരിയബിളിലോട്ട് എടുത്ത് വെക്കുക. അതിന്റെ യൂസ് ഞാൻ എന്താന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ മൂവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഹെഡ് മാറി പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു ബെസ്റ്റ് മെത്തേഡ്. ഒരു വേരിയബിളിലോട്ട് എടുത്ത് വെക്കുക, അത് ഇഷ്ടമുള്ള പേര് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സെൽഫ് ഡോട്ട് ഹെഡ് എടുത്ത് വെച്ചു. എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കറണ്ട് ഉള്ളിടത്തോളം നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം അല്ലെ. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് നണ്ണാവുന്നിടത്തോളം നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യേണ്ടത്, നമ്മുടെ ഡേറ്റയും ഈ വാല്യൂ മാച്ച് ആണോ നോക്കുക. അതായത് കറണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഈ വാല്യൂന് മാച്ച് ആണെങ്കിൽ നമുക്ക് കിട്ടിയല്ലേ, നമ്മുടെ നമ്പർ ഫൗണ്ട് ആയി. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്കിവിടെ ഒരു ട്രൂ എല്ലാം റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ട്രൂ കൊടുത്തു. ഓക്കെ, അതല്ല എങ്കിൽ എന്താണ്, അതല്ല എങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ നെക്സ്റ്റ് അടുത്ത എലമെന്റ് എടുക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കറണ്ട് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ ട്രൂ ആകുമ്പോൾ എന്തായാലും അവിടെ അതായത് എലമെന്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ട്രൂ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റിൽ ഇവിടെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു എലമെന്റിന് മാച്ചായി കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് നമുക്ക് ഫോൾസ് തന്നെ റിട്ടേൺ ചെയ്യാം. സോ നമുക്കിനി ഇതൊന്ന് കോൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലിങ്ക് ലിസ്റ്റിൽ തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് എലമെന്റ്സ് ഒന്ന് ഇൻസേർട്ട് ആക്കാം ആദ്യം അല്ലേ. ഞാൻ ഇൻസേർട്ട് 20 കൊടുത്തിട്ടുണ്ടോ? മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഇതൊക്കെ ഇൻസേർട്ട് ബിഗിൻ 20. ഓക്കെ, സോ ഇൻസേർട്ട് എൻഡ് ഞാൻ ആദ്യം കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് 10 കൊടുക്കാം. എന്നിട്ട് കുറച്ച് കൂടുതൽ എലമെന്റ്സ് ഞാൻ ഒന്ന് ആദ്യം ഇൻസേർട്ട് ആക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ 20, 30, 40 ഇത്ര ഇൻസേർട്ട് ആക്കി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തും കൂടെ നോക്കാം നമുക്ക്. ll.travers. ഓക്കെ, ജസ്റ്റ് നോക്കാം വരുന്നുണ്ടോ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻഡിലാണ് നമ്മൾ ഇൻസേർട്ട് ആക്കിയത് അല്ലേ. ഇനി ഞാനൊന്ന് ബിഗിനിങ്ങിലൊന്ന് ഇൻസേർട്ട് ആക്കി നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ ll.insert at begin. എന്നിട്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം അല്ലേ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ട്രാവേഴ്സ് കൊടുത്തു. ഇപ്പോൾ 100 വന്നിട്ടുണ്ടാവും അല്ലേ ബിഗിനിങ്ങിൽ. ഇനി നമ്മൾ അടുത്ത് നോക്കാം നമുക്ക് ഡിലീറ്റ് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിലീറ്റ് ബൈ വാല്യൂ, നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം? ഒരു എക്സാമ്പിളായിട്ട് ഞാൻ 20 കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതും ഇവിടെ നമുക്ക് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ 20 ഡിലീറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഈ 10ന്റെ നെക്സ്റ്റ് 30 ആയിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത്. കിട്ടുന്നില്ലേ? ഇനി നമുക്ക് സെർച്ച് നോക്കാം. സെർച്ച് ചെയ്യാം. നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ll.search. ഞാനിപ്പോൾ 20 കൊടുത്തു. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് കൊടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ പക്ഷേ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ട്രൂ ആണെങ്കിൽ ആ എലമെന്റിനെ കണ്ടു, ഫോൾസ് ആണെങ്കിൽ കണ്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെർച്ചിൽ ഞാൻ 10 കൊടുക്കുകയാണ്. 10 റൺ ചെയ്യുമ്പോഴത്തേക്കും ട്രൂ ആണ്. ഇനി ഇല്ലാത്തൊരു നമ്പർ കൊടുക്കുക 1000 കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും വരുന്നത് അല്ലേ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ലിങ്ക് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ്. ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ സിംഗിളി ലിങ്ക് ലിസ്റ്റ്. ഇപ്പം നമ്മൾ ചെയ്തത് സിംഗിളി ആണ്. ഇനി ഡബിളി ചെയ്യാൻ പറ്റും, അതുപോലെ സർക്കുലർ ചെയ്യാൻ പറ്റും, ഇനി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ആക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പഠിക്കുന്നുണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് നമ്മളിവിടെ പറഞ്ഞു ബിഗ് O കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ ക്ലാസ്സിൽ. അതായത് ഇപ്പോൾ നമ്മൾ ഇതിലുള്ള ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രാവേഴ്സിൽ നോക്കാം. ഇപ്പോൾ ട്രാവേഴ്സിലാണെങ്കിൽ ഞാനിപ്പോൾ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ n ടൈംസ് ഇങ്ങനെ ലൂപ്പിൽ പോയിട്ട് n എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യണ്ട. അപ്പോൾ n ടൈംസ് അത് എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ട്രാവേഴ്സലിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസേർഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിഗിനിങ്ങിലാണ് ഇൻസേർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. ഒരൊറ്റ ഓപ്പറേഷനിൽ കൂടെ തന്നെ നമുക്ക് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാം. അതായത് ജസ്റ്റ് നമ്മൾ ആ ഹെഡ് എംപ്റ്റി ആണോ നോക്കുന്നു, എന്നിട്ട് നമ്മൾ ആ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു, ബിഗിനിങ്ങിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുന്നു. വലിയ പണി വരുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന ഓർഡർ ഓഫ് മീൻസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ്. ഇനി ഇൻസേർഷൻ അറ്റ് എൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടുണ്ട്. അതായത് നമ്മൾ എൻഡ് വരെ ട്രാവേഴ്സ് ഉണ്ട്. അപ്പോൾ n എലമെന്റ്സ് അല്ലെങ്കിൽ n നോഡ്സ് ഉണ്ടെങ്കിൽ അത്രയും ട്രാവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ്, ഇൻസേർട്ട് അറ്റ് എൻഡ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഡിലീഷന്റെ കേസ് പറഞ്ഞാലും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എലമെന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് n വരെ മീൻസ് എത്ര എലമെന്റ്സ്. ഇപ്പം നമ്മളിപ്പോഴും നമ്മൾ കോംപ്ലക്സിറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ, നമ്മളെപ്പോഴും വേസ്റ്റ് കേസ് ആണ് നോക്കുന്നത്. ബിഗ് O എന്ന് പറഞ്ഞാൽ തന്നെ വേസ്റ്റ് കേസ് ആണ്. അതായത് വേസ്റ്റ് കേസിൽ എത്ര ആണ് എൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്നുള്ളതാണ് നമ്മൾ ബിഗ് O എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിലീറ്റ് ബൈ വാല്യൂ പറയുമ്പോഴത്തേക്കും
ചിലപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ് ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ അതാണ് നമ്മുടെ വേസ്റ്റ് കേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ n ആണ് അവിടെയും കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, ഓർഡർ ഓഫ് n ആണ്. സെർച്ചും അതുപോലെ തന്നെയാണ്. സെർച്ചിൽ നമ്മളിപ്പോൾ നമ്മുടെ എലമെന്റ് ഫസ്റ്റ് ആണുള്ളെങ്കിൽ പെട്ടെന്ന് കഴിയും, അതായത് ഓർഡർ ഓഫ് 1 കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ ബിഗ് O എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ്. അതായത് ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഏറ്റവും ലാസ്റ്റിലാണെങ്കിൽ അവിടെയും ഓർഡർ ഓഫ് n തന്നെയാണ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. അതായത് നമ്മളിപ്പോൾ പഠിച്ചു ലിങ്ക് ലിസ്റ്റിലെ എലമെന്റ് ഇൻസേർട്ട് ആക്കാൻ പഠിച്ചു. ഇനി വരുന്ന ഞാൻ പറഞ്ഞിരുന്നത് ഒരു സ്പെസിഫിക് വാല്യൂവിന് ശേഷം ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കുക. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇതിൽ ബാക്കി വിട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, മീൻസ് കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് കൂടി ഇതിൽ എഴുതാൻ പറ്റും, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡബിൾ ലിങ്ക് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, പിന്നെ ഒരുപാട് ലിങ്ക് ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.